നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് ചെയ്തവരും മാത്രമല്ല, ആ തെറ്റിന് പ്രേരിപ്പിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടി ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ നോക്കുമ്പോ നീയും അഴി എണ്ണേണ്ടവള് തന്നെയാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റെയ്തെന്നാ നീ പറയുന്നത്? തെറ്റുകൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ? അതിലിപ്പോ എടുത്തു പറയാൻ എന്തിരിക്കുന്നു? ചതിയും വഞ്ചനയും അത്യാഗ്രഹവും കൈമുതലായിട്ടുള്ള നീ ആങ്ങളെ ജയിലിലാക്കിയതിനു ശേഷവും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് നിനക്കറിയാവുന്നതല്ലേ. ഇനി ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. വിശാൽ സാറിനെ സ്വന്തമാക്കണമെന്നുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ലാന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. അഥവാ അങ്ങനെയൊന്നും സംഭവിച്ചാൽ തന്നെ ജയിലിൽ ചാടി വന്നിട്ടാണെങ്കിലും ജതിൻ വിശാൽ സാറിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടാ ജയിലിലേക്ക് പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരാങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേർപ്പെങ്ങളും സ്വയം വിധവയാവാൻ ഒരുങ്ങില്ലല്ലോ. മാത്രമല്ല, വിശാൽ സാറിന്റെ ജീവന് ഭീഷണി ഉള്ളപ്പോ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. അപ്പോ എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. വിശാലിനെ കൊല്ലാന്നുള്ളത് ജതിന്റെ ആവശ്യം, വിശാലിനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ആവശ്യവും ആഗ്രഹവുമാണ്. എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജതിൻ വിശാലിനെ കൊല്ലുള്ളൂ. അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയാണല്ലോ. അതെ, വ്യാമോഹ, വെറും വ്യാമോഹം. വിശാലിന്റെ ഭാര്യയായി കഴിഞ്ഞ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാകും എന്നുള്ള വ്യാമോഹം. എന്റെ പേരിലുള്ള സ്വത്തുവകകൾ നിന്റെ പേരിലേക്ക് മാറ്റണമെങ്കിൽ എന്റെ അനുവാദം വേണമെന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് സമ്മതം മൂളൂന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെക്കൊണ്ട് സമ്മതം മൂളിക്കാൻ കഴിവുള്ളവര് ഈ വീട്ടിനകത്തുണ്ടെന്ന് നീ മറന്നുപോയോ? അവരെ കൊണ്ട് നിന്നെ ഞാൻ സമ്മതം മൂളിപ്പിക്കും. നീ അനുസരണയുള്ള നല്ല കുട്ടിയല്ലേ, നീ അവരെ അനുസരിക്കും. വിശാൽ സാറിനെയോ അച്ഛനെയോ അച്ഛമ്മയോ ആണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി ജാസ്മിനെ. ആ മൂവരും നന്മ മരങ്ങളാ, ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവരല്ല. നീ തിന്മയാണ്. നിന്റെ ചിന്താഗതിയല്ല അവരുടേത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഇനി എന്താ വേണ്ടെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടുറോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഓർക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.